എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണുള്ളൂ. ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഭംഗി കാണില്ല. ഒന്നുകൂടി വേണം. പതുക്കെ സ്ലോ മോഷനില്. നമസ്കാരം. ബോബി ചെമ്മണ്ണൂർ ജയിലിലായിട്ട് 3 ദിവസമായി. നാളെയും മറ്റന്നാളും കൂടി ജയിലിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് ചൊവ്വാഴ്ച ജാമ്യം കിട്ടാനാണ് ഇതുവരെയുള്ള നീക്കം. എന്നാൽ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി വീണ്ടും ചില വകുപ്പുകൾ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എറണാകുളം ACP ജയകുമാറാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. മുകളിൽ നിന്ന് പിണറായി വിജയനും അതേപോലെ P ശശിയും പറയുമ്പോൾ അതേപടി അനുസരിക്കുന്ന ഒരു അഡ്വക്കറ്റും കൂടിയാണ് എറണാകുളം ACP. അദ്ദേഹം നേരത്തെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നതിൽ മിടുക്കനാണ്. കാരണം എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ഒരാളാണ്. എന്നോട് ഭയങ്കര ലോഗ്യമാണെങ്കിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് വളരെ യാതൊരു വിഷമം തോന്നാറില്ല. കാരണം അദ്ദേഹം എല്ലാം ചെയ്യുന്നത് പിണറായി വിജയനും അതേപോലെ P ശശിയുമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഷാജൻ സ്കറിയെ ഇതേ AC ആണ് കള്ളക്കേസിൽ കുടുക്കിയത്. PV ശ്രീനിജൻ്റെ അവസാനം സുപ്രീം കോടതി പറഞ്ഞത് ഡിഫമേഷൻ കേസ് മാത്രമാണെന്ന് പറഞ്ഞ് തിരിച്ചു തള്ളുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള അതിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറിയും അവിടെയുള്ള സ്റ്റാഫിൻ്റെ ഓഫീസിൽ കയറിയും വീടുകളിൽ കയറിയൊക്കെ എല്ലാ കമ്പ്യൂട്ടറും കിട്ടുന്ന സാധനങ്ങൾ പെറുക്കി കൊണ്ടുവന്ന ഒരു ആളാണ് ജയകുമാർ. അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. മുകളിൽ നിന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും, നിയമമൊന്നുമില്ല. ഇതേപോലെയാണ് ഇപ്പം കുടുങ്ങിയിരിക്കുന്നത്. അദ്ദേഹം വാദി പ്രതിയാവുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അതായത് ഒരു പരിശോധനയും നടത്താതെ, പ്രാഥമികമായ ഒരു പരിശോധനയും കേസിൽ നടത്താതെ വാദി പറയുന്നത് മാത്രം എഴുതി വായിച്ച് പ്രതിയെ പിടിക്കുന്ന ഒരു രീതിയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലും അതേപോലെ ഇവിടെയും ഇപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നടക്കുന്നത്. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും വലിയ വിലയില്ല. കാരണം പിണറായിൻ്റെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്ന പ്രകാരം അല്ലെങ്കിൽ P ശശി വിളിച്ച് പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഹൈക്കോടതിയിൽ രാമൻപിള്ള കൊടുത്ത ഇപ്പോൾ അപ്പീലിലാണ്. അപ്പീലിൽ എന്താ പറയുന്നത് അറിയാമോ? വളരെ സുപ്രധാനമായൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രഹസ്യമൊഴിയെടുത്ത മജിസ്ട്രേറ്റ് തന്നെ ഒരു കാരണവശാലും അതിലെ ജാമ്യ ഹർജിയോ അതേപോലെ മറ്റുള്ള കേസോ കേൾക്കാൻ പാടില്ല. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 മജിസ്ട്രേറ്റ് ഈ കേസ് ആദ്യം രഹസ്യമൊഴിയെടുത്തു. പിന്നീട് അടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം മൊഴിയെടുത്തു. സ്വാഭാവികമായിട്ടും നിയമത്തിലുള്ള ഒരു മാന്യത അല്ലെങ്കിൽ അതിൻ്റെ ഫെയർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അത് പാടില്ല എന്നുള്ളതാണ് ചട്ടം. അത് ലംഘിച്ചുകൊണ്ടാണ് അവിടെ ഇതായത്. പ്രത്യേകിച്ചും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ, ഒരു തെറ്റും ചെയ്യാത്ത വകുപ്പുകൾ. മറ്റൊരു കാര്യം, അവിടെ ഡിജിറ്റൽ എവിഡൻസ് ഹാജരാക്കി അത് കണ്ടില്ല. ഈ 2 കാര്യങ്ങളുമാണ് ഹൈക്കോടതിയിൽ പ്രധാനമായിട്ട് രാമൻപിള്ള പറഞ്ഞിരിക്കുന്നത്. രാമൻപിള്ള പറഞ്ഞ ഈ കാര്യം ഇടിവെട്ട് നീക്കം എന്ന് വേണമെങ്കിൽ പറയും. ഇടിവെട്ട് നീക്കത്തിലൂടെ കൃത്യമായി ഈ കേസിൽ വലിയ സുപ്രധാനമായ കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. അതായത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിനകത്ത് പറയുന്നത് 10/7/2024 ആലക്കോട് വെച്ച് നടന്ന ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ ഈ പെൺകുട്ടിയോട്, ഈ സ്ത്രീ ഹണി റോസ് എന്ന് പറയുന്ന സ്ത്രീയോട് കൈപ്പിടിച്ച് അവർ വളരെ മോശമായി ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ പ്രവർത്തിച്ചു എന്നാണ്. അതിന് മുമ്പുള്ള ചടങ്ങുകളിലെല്ലാം തന്നെ ഹണി റോസിൻ്റെ കൈയും പിടിച്ച് ഡാൻസ് ചെയ്ത ഒരാളാണ്. അത് വീണ്ടും ഇവിടെ വന്നപ്പോൾ ഇവർ നല്ല ഡ്രസ്സാണ് ധരിച്ചത്. മോശമായ ഡ്രസ്സൊന്നും ധരിച്ചില്ല. എന്തായാലും കാവ്യ ഡ്രസ്സൊക്കെ ധരിച്ച്, ഒരു കാവ്യം പോലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല സുന്ദരിയായിട്ടാണ് ഇവിടെ പങ്കെടുത്തത്. അതേപോലെ തലമുടി മുകളിൽ വെച്ച് കെട്ടി വളരെ ഒരു സന്യാസിനിയ ലുക്കിലാണ് വന്നത്. ഇത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് കുന്തി ദേവിയെ പോലെ എന്ന് പറയും. കുന്തി ദേവിയെ പോലെയല്ല, മഹാഭാരതത്തിന് സീരിയൽ അഭിനയിച്ച നടിയുടെ അതേപോലെ തോന്നി. ഇതിൽ എന്താണ് അശ്ലീലത? കുന്തി ദേവിയെ അഭിനയിച്ച നടിയുടെ അതേ ലുക്കാണുള്ളത് എന്ന് പറയുന്നതിൽ എന്താ അശ്ലീലതയാണുള്ളത്? തൊട്ടതിനെല്ലാം പറയുന്നതെല്ലാം അശ്ലീലത കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. എൻ്റെ അടുത്ത് ചില ആളുകളെ പ്രശ്നമാണ്, എൻ്റെ ഭർത്താവിനെതിരെ കേസ് ഫയൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഞാനത് ഗൗരവമായിട്ട് ഞാൻ പറയുന്നതിനൊന്നും പോവരുത്, വളരെ ശ്രദ്ധിക്കണം, നിങ്ങളെ ലൈഫ് തന്നെ കട്ടപ്പകയാകുമെന്ന് പറയും. അവസാനം ഇവർ തമ്മിൽ യോജിക്കും. ഞാനിട്ട് പറയും ഇവരോട്, നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇടപെടാം, കാരണം നിങ്ങളെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് ചിലർ വന്ന് പറയുക.
പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ നന്നാവും. എന്നിട്ട് ഞാൻ അറിയാതെ ചോദിക്കുക, എങ്ങനെയുണ്ട് ഇവർ നല്ല ബന്ധം, നിങ്ങളെ കുടുംബമൊക്കെ നല്ല രൂപത്തിൽ പോകുന്നില്ലേ, ഭർത്താവുമായിട്ടും കുട്ടിയുടെയൊക്കെ അടിച്ചു പൊളിച്ചു നിങ്ങൾ യാത്രയായൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ വേറെ ആൾക്കാരോട് പറയും, ഓ സാറ് അവർ ഈ പറയുന്ന ആൾ വിളിച്ചു ചോദിച്ചു, എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്, ഞങ്ങളെന്തെങ്കിലും തർക്കമുണ്ടോ തപ്പാൻ നോക്കുകയാണ്. ഇവർ തന്നെ വന്നിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എന്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് തരണേ, എങ്ങനെയെങ്കിലും ശല്യം ഒഴിവായി തരണേ, എങ്ങനെയെങ്കിലും കേസൊന്ന് ഫയൽ ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ഞാൻ എടുക്കുന്ന നിലപാട് എന്താണ്, നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ പിടിക്ക്, കുട്ടിയുള്ളതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് തീർക്കണം. നിങ്ങൾ ഒരിക്കലും ഡിവേഴ്സ് ആയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാത്തത് കൊണ്ടാണ് അവസാനം അവർ ആരെ കൊണ്ടെങ്കിലൊക്കെ വിളിപ്പിക്കും, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ എന്നോട് വിളിപ്പിക്കും. പക്ഷേ ഇതിനൊന്നും ഞാൻ വഴങ്ങാറില്ല. പ്രാഥമികമായിട്ട് അവരെ പറഞ്ഞതാക്കി അവരെ കൂടെ ഒന്ന് പ്രവർത്തിക്കുന്ന കുടുംബം നന്നാക്കാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. പക്ഷേ വീണ്ടും അവരോട് അതിനുശേഷം ഇവർ നന്നാവും. കുറച്ച് കഴിയുമ്പോഴേക്കും എങ്ങനെ ആക്രമിച്ചു എങ്ങനെ ഇതാവണം എന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നന്നായി കഴിഞ്ഞാൽ പിന്നെ ഇവരോട് ചോദിക്കുക, അവിടെ എങ്ങനെയുണ്ട്, സുഖം തന്നെയല്ലേ, നിങ്ങൾ യാത്രയൊക്കെ ആഘോഷിച്ചോ, യാത്രയൊക്കെ കുട്ടിയും ഭർത്താവും കൂടെ എന്തായാലും വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവർ വേറെ അർത്ഥമാക്കി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതെന്താവട്ടെ, അങ്ങനെയാണ് ലോകം. ഇതേപോലെയാണ് ഇവിടെ ഈ പറയുന്ന ഹണി റോസ് ആലക്കോട് ഫംഗ്ഷനിൽ പങ്കെടുത്ത് വളരെ ഗംഭീരമായിട്ട് പൊട്ടിച്ചിറിച്ച് കൈ കൊടുത്ത് അവരെ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞ്, ഇദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, ഇദ്ദേഹം മനുഷ്യസ്നേഹിയാണ്, അതേപോലെ എല്ലാ തരത്തിലുള്ള പ്രകീർത്തനവും നടത്തി മടങ്ങിപ്പോന്ന ശേഷം 5 മാസം 6 മാസം കഴിഞ്ഞിട്ട് ഇവർ പരാതി കൊടുക്കണം. അന്ന് എൻ്റെ കൈ പിടിച്ചില്ലേ, എന്നെ ഇങ്ങനെ നോക്കിയില്ലേ, കുന്തി ദേവി എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ വീഡിയോ ഞാൻ പുറത്തുവിട്ട ആ വീഡിയോ ആണ് ഏറ്റവും ഹിറ്റായി മാറിയത്. ഈ കേസേ അട്ടിമറിക്കപ്പെടും എന്ന് പറയുന്ന ആ വീഡിയോ ആയിരുന്നു ഞാൻ പറഞ്ഞത്. അതാണ് മജിസ്ട്രേറ്റ് കാണാതെ പോയത്. ആ മജിസ്ട്രേറ്റ് കണ്ടിരുന്നെങ്കിൽ ഏതൊരു മജിസ്ട്രേറ്റും പിന്നെ അപ്പം തന്നെ ഇറക്കി വിട്ടേക്ക്, ഇദ്ദേഹത്തിനെതിരെ കേസ് നിൽക്കില്ല, അദ്ദേഹത്തിന് കേസേ നിൽക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കി വിട്ടേനെ. അത്രയും സുതാര്യമായ അത്രയും ക്ലിയറായ ഒരു വീഡിയോ ആണ് ആലക്കോട് കണ്ണൂരിൽ അന്നത്തെ ചടങ്ങിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ കണ്ടിട്ടുള്ള. ഞാൻ അദ്ദേഹം കുറ്റക്കാരനാണോ നോക്കാൻ വേണ്ടിയിട്ടാണ്, ലൈംഗികാതിക്രമം നടത്തിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഈ പറയുന്ന വീഡിയോ, ഈ ഡിജിറ്റൽ രേഖ കോടതിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ രാമൻപിള്ള ഹാജരാക്കിയിട്ടുണ്ട്. അത് കോടതി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടാൽ ഈ കേസ് അപ്പം തന്നെ എഴുതി തള്ളും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ഇതുവരെയുള്ള ബാലപഠം എന്നാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത്, ഞാൻ നേരിട്ട് പരിചയം കണ്ടിട്ടില്ലാത്ത ജോർജ് ജോസഫ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, എന്നാൽ അവിടെ കൈ പിടിച്ചാൽ അത് ഇങ്ങനെയാണെന്നാണ്. കൈ പിടിച്ചാലൊന്നും മോശമാവില്ല, കാരണം ഇവരെന്നെ എത്രയോ സെക്സ് രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, കെട്ടിപ്പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇഷ്ടമില്ലാതെ കൈ പിടിച്ചാൽ മോശമാണ്. പക്ഷെ ഇവിടെ കൈ പിടിച്ചത് എങ്ങനെയാണ്, അവരെ പെർമിഷനോട് ചോദിക്കാൻ നിങ്ങളെ കഴുത്തിൽ മാല അണിയിക്കട്ടെ എന്ന്. ആ രംഗങ്ങളൊന്നും നമുക്ക് കാണാം, കുറച്ച് ഭാഗം കൂടി കാണാം. ചെറിയൊരു ഭാഗം മുൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഉറപ്പായിട്ടും വമ്പൻ ഇടിവെട്ട് നീക്കമാണ് നമ്മുടെ രാമൻപിള്ള ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്നത്. വാദിപ്രതിയാകുന്ന സംഭവം, കേസ് തിരിയുന്ന ട്വിസ്റ്റ് വരുന്ന ഒരു കേസാണ് ഹൈക്കോടതിയിലുള്ളത്. നന്ദി, നമസ്കാരം.